7 നിങ്ങൾ നിങ്ങളെ ഇമോഷണലി പ്രൊട്ടക്റ്റ് ചെയ്യുക. നിങ്ങളെ വിഷമിപ്പിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെ പ്രശ്നത്തിലാക്കുന്ന കാര്യങ്ങളിൽ നിന്ന് പരമാവധി മാറി നിൽക്കാനായിട്ട് ശ്രമിക്കുക. ഒളിച്ചോടാനല്ല പറയുന്നത് കേട്ടോ, നമ്മൾ മാനേജ് ചെയ്യാൻ പഠിക്കുകയാണ് വേണ്ടത്. 8 പാരൻറ്റിങ്ങിൽ കൺസിസ്റ്റൻ്റ് ആവുക. ഒരു ദിവസം ഒന്ന് പറഞ്ഞ് അടുത്ത ദിവസം വേറൊന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടികൾ തന്നെ കൺഫ്യൂസ്ഡ് ആവും. കൺസിസ്റ്റൻ്റ് ആവുക. എന്ത് റൂൾ വെച്ചാലും അല്ലെങ്കിൽ എന്തൊരു കാര്യം കുട്ടികളോട് പറയുമ്പോഴും ഒരേ കാര്യമായിരിക്കണം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോകുന്നത്. പാരൻറ്റിങ്ങിൽ പെർഫെക്ഷൻ ഒഴിവാക്കുക. 9 നിങ്ങളുടെ പഴയ മുറിവുകൾ ഉണക്കാനായിട്ട് ശ്രമിക്കുക. ചുറ്റുമുള്ള ആൾക്കാർക്ക് പുറത്തു കൊടുക്കുക. നിങ്ങളെ വേദനിപ്പിച്ച ആൾക്കാർക്ക് പുറത്തു കൊടുക്കുക. നമ്മളെപ്പോഴും പഴയതിലേക്ക് നോക്കുന്നുണ്ടെങ്കിൽ നമുക്ക് മുന്നിലേക്ക് നടക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. നമ്മളെ വേദനിപ്പിച്ച ആൾക്കാരുടെ മുഖമാണ് എപ്പോഴും നമ്മുടെ ഉള്ളിലുള്ളതെങ്കിൽ നമുക്ക് നമ്മുടെ സ്വപ്നങ്ങൾ കാണാനായിട്ട് കഴിയില്ല. ഇത് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നർ സെൽഫ് ഹീലിംഗ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ഈ കാര്യങ്ങളിൽ നിന്ന് പുറത്തു കടക്കാനായിട്ട് കഴിയുന്നത്. 10 നല്ല ക്ലാരിറ്റിയോട് കൂടിയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പഠിക്കുക. കമ്മ്യൂണിക്കേഷൻ പഠിക്കൽ നിർബന്ധമാണ്. നമ്മുടെ ഗ്രോത്തിന് ഏറ്റവും ആവശ്യമായിട്ടുള്ള സംഗതിയാണ് കമ്മ്യൂണിക്കേഷൻ. 11 നിങ്ങളുടെ ഗ്രോത്ത് ജേണി അല്ലെങ്കിൽ നിങ്ങളുടെ ഹീലിംഗ് ജേണി അതിനെക്കുറിച്ച് മനസ്സിലാകാത്ത ആൾക്കാരുമായിട്ട് ഡിസ്കസ് ചെയ്യാതിരിക്കുക. അത് നിങ്ങളെ ഡൗൺ ആക്കും കേട്ടോ. 12 നിങ്ങൾക്ക് ഫാമിലിയിൽ നിന്നും നല്ല സപ്പോർട്ട് കിട്ടുന്നില്ല എന്നാണെങ്കിൽ ഫാമിലിക്ക് പുറത്തൊരു കമ്മ്യൂണിറ്റിയിൽ അംഗമാവാനായിട്ട് ശ്രമിക്കുക. പോസിറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ ഗ്രോത്തിൽ ഫോക്കസ് ചെയ്യുന്ന കമ്മ്യൂണിറ്റിയിൽ അംഗമാവാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ ഫാബൈൻ ഗ്രൂപ്പൊക്കെ അത്തരത്തിലുള്ള കമ്മ്യൂണിറ്റിയാണ്. നമ്മൾ ഓരോ മാസവും വ്യത്യസ്തമായിട്ടുള്ള ഗ്രൂപ്പുകളിലൂടെ ഗ്രോത്ത് മാത്രമാണ് ഫോക്കസ് ഇടുന്നത്. ലൈഫിൻ്റെ ഓരോ പോയിന്റും നോക്കിയാണ് നമ്മൾ ഗ്രോ ആവാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്.